5 വർഷം നീണ്ട ഗുണ്ടാ കുടിപ്പകയിൽ കൊല്ലത്ത് പൊലിഞ്ഞത് ഒരു ജീവൻ. ഗുണ്ടാ നേതാവിന് സന്തോഷിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തി. കൊലപാതകത്തിന് പിന്നിൽ വയനകം ഗുണ്ടാ സംഘമെന്ന പോലീസ്. വവ്വാക്കാവിൽ ഇതേ കൊലയാളി സംഘം മറ്റൊരാളെയും വെട്ടി പരിക്കേൽപ്പിച്ചു. പുലർച്ചെ 2:15 തീതുപ്പുന്ന തോട്ടകൾ സന്തോഷിന്റെ കഥ തകർത്തത്. വീട്ടിനകത്ത് കടന്ന അക്രമി സംഘം കൂടം ഉപയോഗിച്ച് സന്തോഷിന്റെ കാൽ തല്ലി തകർത്തു. നെഞ്ചിൽ ആഴത്തിൽ കത്തികുത്തി ഇറക്കി. ഇടതു കൈയിൽ മാരകായുധം ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിച്ചു. കൊല്ലരുതെന്ന് അപേക്ഷിച്ചിട്ടും മകനെ സംഘം ക്രൂരമായി ആക്രമിച്ചെന്ന് സന്തോഷിന്റെ അമ്മ. ഞാൻ അവിടെ കിടന്നങ്ങ് കരഞ്ഞത്, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ല പണ്ട് തന്നെ ഇതുപോലെ ചെയ്തേച്ച് പോയതല്ലയോ, കാണാൻ കിട്ടുമെന്നുള്ള ഒരു വിചാരമില്ലേ. വീട്ടിലേക്കുള്ള വൈദ്യുത ബന്ധമടക്കം വിച്ഛേദിച്ച ശേഷമായിരുന്നു ആക്രമണം. സഹായത്തിനായി സന്തോഷ് സുഹൃത്തിനെ വിളിച്ചു വരുത്തി. എന്നെ ഏതാണ്ട് ഒരു ഉദ്ദേശം 2-2:45 ആയപ്പോഴത്തേക്ക് എനിക്കൊരു കോള് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ സുഹൃത്ത് സന്തോഷമായിരുന്നു. സന്തോഷിനെ മുന്നിൽ തന്നെ വിളിച്ചത് തന്നെ. ഞാൻ വിളിച്ച് എൻ്റെ അടുത്ത് പറയുന്നത് ഇതാണ്: പെട്ടെന്ന് ഓടി വാ, എന്നെ കുറച്ച് ആൾക്കാർ കൊല്ലാനായിട്ട് വന്നിരിക്കുന്നു, പെട്ടെന്ന് പോലീസുകാരെ വിളിച്ചുകൊണ്ട് ഓടി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബൈക്ക് എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ആരുമില്ല. അപ്പോൾ ഇരുട്ടായി കിടക്കുമായിരുന്നു. ഞാൻ അകത്തോട്ട് കയറി നോക്കിയപ്പോഴത്തേക്ക് കാല് വളരെയധികം ഭീകരമായ അവസ്ഥയായിരുന്നു. കണ്ട് നിർമ്മിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ സന്തോഷിന് ജീവൻ നഷ്ടപ്പെട്ടു. കൊല നടത്തിയ ശേഷം മടങ്ങിയ സംഘം വഴിയിൽ കണ്ട മറ്റൊരു പ്രതിയോഗിയെയും വാളിനിരയാക്കി. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം പരിക്കേറ്റ അനീറിന് ജീവൻ നഷ്ടമായില്ല. സന്തോഷിനെയും അനീറിനെയും ആക്രമിച്ചതിന്റെ കാരണം തിരക്കി പോലീസിന് അധികമൊന്നും പോകേണ്ടി വന്നില്ല. കരുനാഗപ്പള്ളി വയനകം ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പക സംബന്ധിച്ച് പോലീസിനും മനപ്പാടമായിരുന്നു. അക്രമം ഏത് നിമിഷവും പ്രതീക്ഷിച്ചതും. ജിം സന്തോഷ് എന്ന സന്തോഷ് കരുനാഗപ്പള്ളി അടക്കി ഭരിക്കുന്ന കാലത്താണ് വയനകം സംഘത്തിന്റെ കടന്നുവരവ്. എന്തിനും പോന്ന യുവാക്കളുടെ സംഘം ഇതിനിടയിൽ സന്തോഷുമായി ഏറ്റുമുട്ടൽ ആരംഭിച്ചു. 2020-ൽ സന്തോഷിനെ വീട്ടിൽ കയറി പങ്കജിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. 9 മാസം വിശ്രമത്തിനു ശേഷം പുറത്തിറങ്ങിയ സന്തോഷ് വയനകം സംഘത്തിനെയും പങ്കജിനെയും തിരിച്ചടിച്ചു. അനീർ പങ്കജിന്റെ വീടിന് തീവച്ച കേസിലും പ്രതിയാണ്. ഇതാണ് വയനകം സംഘത്തിന് അനീറുമായുള്ള വിരോധത്തിന് കാരണമായത്. കൊണ്ടും കൊടുത്തും ഇരു സംഘവും മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സന്തോഷിനെ വയനകം സംഘം അരിങ്കൊല ചെയ്യുന്നത്. തന്നെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് വയനകം സംഘത്തിലെ അലുവ അതുലെന്ന് അനീർ മൊഴി നൽകി. സന്തോഷിന് വധഭീഷണിയുണ്ടെന്ന് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നതാണ്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് അക്രമത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തതെന്ന ചോദ്യത്തിന് പോലീസിന് ഉത്തരമില്ല. ക്യാമറാമാൻ അരുണസാറിനൊപ്പം അരുൺ രാജ്, 24.